ശബ്ദം തോന്നിയതാവും. ആ ശബ്ദം വീണ്ടും വന്നു. അയ്യോ, എനിക്ക് പേടിയാവുന്നു. അച്ഛാ, അമ്മേ, എനിക്ക് പേടിയാവുന്നു. ആരാത്? ആരാ? അയ്യോ, അമ്മേ, ഇത് പ്രേതം തന്നെ. അച്ഛാ, അമ്മേ, ഓടി വരൂ. അയ്യോ, അതെന്റെ അടുത്ത് വരുന്നുണ്ട്. അയ്യോ, അതെന്റെ അടുത്ത് വരുന്നുണ്ട്. അച്ഛാ, അമ്മേ, ഓടി വാ. എന്താ മോളെ, എന്താ പേടിച്ചു പോയല്ലോ? എന്താ പറ്റിയത്? എന്താ മോളെ പറ്റിയത്? എന്താ നീ എന്തിനാ ഇങ്ങനെ പേടിച്ചത്? നിന്നോടല്ലേ ചോദിച്ചത് എന്താ പറ്റിയതെന്ന്? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഒരടി വെച്ച് കയറി ഞാൻ. പറ മോളെ, എന്താ പറ്റിയത്? ഞാനൊരു ശബ്ദം കേട്ടു. പ്രേതത്തിന്റെതാണെന്ന് തോന്നുന്നത്. എനിക്ക് പേടിയാവുന്നു. മോള് കരയണ്ട, സാരമില്ല. നിന്റെ ഒരു പ്രേതം. ഞാൻ പേടിച്ചു പോയി. നീ അവളെ ഇങ്ങനെ വഴക്കു പറയാതെ. മോള് വാ, ഇന്ന് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കിടക്കാം. എന്നാ നിങ്ങളൊക്കെ എന്നാ ഇവിടെ കിടന്നു എന്റെ കൂടെ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. എന്നാ നമുക്ക് ഇന്ന് ഇവിടെ കിടക്കാം. അവൾ വല്ലാതെ പേടിച്ചിരിക്കും. പോയി കിടന്നോ, വേഗം കിടക്കേ. നിന്റെ ഓരോ കുസൃതിയും കളിയും. നിങ്ങളാണ് ഇവളെ ഇങ്ങനെ പായാനം പഠിപ്പിക്കുന്നത്. എനിക്ക് വയ്യ. മോള് കിടന്നോ, അച്ഛനും അമ്മയും ഇന്ന് ഇവിടെ കിടക്കാം. ശരി അച്ഛാ. കുറച്ച് അങ്ങോട്ട് കിടക്ക്, എനിക്കും കൂടി കിടക്കാം. എനിക്ക് നിലത്ത് കിടക്കാനൊന്നും വയ്യ. ആഹാ, അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് നിലത്ത്. എന്നാ ശരി. ഏയ് ഏയ് ഒന്ന് എഴുന്നേൽക്ക്. എന്ത് ശബ്ദം കേൾക്കുന്നുണ്ട്? മോള് പറഞ്ഞത് കാര്യമാണെന്നാ തോന്നുന്നത്. നിങ്ങളോടല്ലേ പറഞ്ഞ ഒന്ന് എഴുന്നേൽക്കാം? എന്താ നിനക്ക് വേണ്ടത്? ഞാൻ ആരോ വാതിൽ തുറക്കുന്നത് പോലെ തോന്നി. ഒരു വല്ലാത്തൊരു സൗണ്ട്. ഞാൻ പേടിച്ചു പോയി. പെട്ടെന്ന് അത് കേൾക്കുന്നില്ല. അതെ അച്ഛാ, അമ്മ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഈ സൗണ്ട് തന്നെയാണ് നേരത്തെയും കേട്ടത്. ശരി, ഞാൻ പുറത്തു പോയി ഒന്ന് നോക്കിയിട്ട് വരാം. നിങ്ങൾ ഇങ്ങനെ പേടിക്കല്ലേ, എന്തെങ്കിലും ചെയ്യാം. ഞാൻ നോക്കിയിട്ട് വരാം. വല്ല കാറ്റിനോ വാതിൽ അടഞ്ഞതായിരിക്കാം. ഞാൻ നോക്കിയിട്ട് വരാം, പേടിക്കല. അയ്യോ അച്ഛാ, ഒറ്റയ്ക്ക് പോവല്ലേ, എനിക്ക് പേടിയാവുന്നുണ്ട്. അയ്യോ അച്ഛാ, ഒറ്റയ്ക്ക് പോവല്ലേ. നിങ്ങൾ ഒറ്റയ്ക്ക് വാതിൽ തുറക്കണ്ട. കള്ളനാണെങ്കിലോ വല്ല ആയുധവും കാണും. നിങ്ങൾ ഒറ്റയ്ക്ക് വാതിൽ തുറക്കല്ലേ. എനിക്ക് പേടിയാവുന്നുണ്ട്. നീ ഇങ്ങനെ പേടിക്കല്ലേ, ആ കുഞ്ഞും കൂടി കരയും. എന്തിനാ അവളെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? കള്ളൻ. നല്ല മഴയുണ്ട് പുറത്ത്. വാതിലെങ്ങാനും ഏതെങ്കിലും അടക്കാതെ ഇരിക്കുന്നുണ്ടാവും. കാറ്റിന് വാതിൽ വന്ന് ശബ്ദത്തിൽ അടയുന്ന സൗണ്ടായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. അല്ലാതെ വേറൊന്നും ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. പ്രേതമോ കള്ളന്മാരാണെങ്കിൽ ഇല്ലേ ഇല്ല. സൂക്ഷിക്കണേ, ഞാനും വരാം. വാതിലൊക്കെ അടിച്ചല്ലോ, ഇവിടെയൊന്നും ആരുമില്ലല്ലോ.
ഇവിടെയൊന്നും ആരുമില്ല. നമുക്ക് അകത്ത് പോയി കിടക്കാം. അയ്യോ അച്ഛാ, അതാ അച്ഛന്റെ വീട്ടിലാരോ, ആരോ, ഒരു പെൺകുട്ടി. ഏ പെൺകുട്ടിയോ? എവിടെ? ഏത് പെൺകുട്ടി? എവിടെ? ഞാൻ കാണുന്നില്ലല്ലോ. അച്ഛാ, അച്ഛന്റെ വീട്ടിൽ ഞാൻ ഇപ്പൊ കണ്ടതാ ഒരു പെൺകുട്ടിയെ, മുടിയൊക്കെ അയച്ചിട്ട ഒരു പെൺകുട്ടിയെ. ഞാൻ കാണുന്നില്ലല്ലോ. എവിടെയാ നീ കണ്ടത്? അച്ഛന്റെ തൊട്ട് ബേക്കിൽ നിൽക്കുന്നത്. നീ എന്താ പറയുന്നത്? കളി പറയുന്നതാണോ അമ്മോ? നിന്റെ കുസൃതി കുറച്ച് കൂടുന്നുണ്ട്. ആ ശബ്ദം കേട്ടിട്ട് തന്നെ എനിക്ക് പേടിയായിട്ട് വയ്യ. അതിൻ്റെ പുറമെയാണ് നിന്റെ ഒരു പെൺകുട്ടി. നമുക്ക് അകത്ത് പോയി കിടക്കാം. രാവിലെ നോക്കാം. ചിലപ്പോൾ അങ്ങനെ തോന്നും. നീ സ്വപ്നത്തിൽ എന്തോ കണ്ട് ഭയന്നിട്ടുണ്ട്. അയ്യോ അച്ഛാ, ഞാൻ കണ്ടു. സത്യം ഞാൻ പറയുന്നത്. നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കേ. സാരമില്ല, മോള് പേടിക്കണ്ട. നമുക്ക് അകത്ത് പോയി കിടക്കാം. ഇങ്ങനെ കരയില്ലേ? വാ മോളെ, നമുക്ക് പോയി ഉറങ്ങാം.